കൃഷ്ണേട്ടാ, ഏയ് കൃഷ്ണേട്ടാ, ഇന്നെങ്കിലും റേഷൻ കടയിൽ മണ്ണെണ്ണ വരുവോ? മണ്ണെണ്ണ വരുവോന്ന്? ഞങ്ങൾക്ക് എന്താ ചെവിയും കേൾക്കൂലേ? ഇനി ഇന്നും ഇരുട്ടത്ത് തന്നെ കിടക്കണം. ശംഭോ മഹാദേവ. ആരാ? ഞാൻ ജഗന്നാഥൻ. ഞാൻ ശാന്ത, കുന്നുമ്മേൽ ശാന്ത. വടകര വത്സല നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. അല്ലാന്ന് തോന്നാൻ വത്സലെ മുമ്പ് കണ്ട പരിചയം വല്ലതും ഉണ്ടോ? റൂട്ട് കനാൽ ചെയ്ത് പല്ലിട്ട കമ്പികൾ, കമ്പിയിട്ട പല്ലുകൾ. പിന്നെ അഴിഞ്ഞു വീണ കേശവദാസപുരം. കേശവദാസപുരോ? അല്ല, അങ്ങനെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. കേശഭാരം. ഈ മുള്ളംകൊല്ലിയിലെ സണ്ണി ലിയോണ മാഷിയ ഞാൻ. അല്ല, ജഗൻ എന്താ ഇവിടെ കാര്യം? എന്റെ പൊന്നുമോളെ ഒന്നും പറയണ്ട. ഈ പടത്തിന്റെ സ്പ്രൂഫ് ചെയ്ത് 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 നനഞ്ഞു നാറി ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കല്ല് വെച്ചറിയും. അതുകൊണ്ട് നരനും ഈ ആറാം തമ്പനും കൂടി ഒരു മിക്സ് ചെയ്ത് അടി അടിക്കാന്ന് വെച്ചത്. അല്ല, അതെന്തിനാ ഇവിടെ പറയുന്നേ? ഇത് പൊതുവഴിയല്ല. എന്താ പേരെന്ന് പറഞ്ഞ? കുന്നുമ്മേൽ ശാന്ത. പേര് കേൾക്കുമ്പോഴേ അറിയാം പൊതുവഴിയല്ല. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ആറാം തമ്പുരാല്ല ജഗന്നാഥന് കുന്നുമ്മേൽ ശാന്തയുടെ വീട്ടിൽ എന്താ കാര്യമെന്ന്? ആകാശത്തിന് കീഴേ ഏതു മണ്ണും ഈ ജഗന്നാഥന് സമമാണ്. ആണ്ടെ, ആ രാധയുടെ ചക്കൻ വന്ന് മൂത്രം ഒഴിച്ചു പോയതേ ഉള്ളൂ. മോളെ, ആ കൊച്ചിന് മൂത്രത്തിൽ കല്ലണ്ടോ? അതെങ്ങനെ മനസ്സിലായി? പോയ കണ്ടില്ലേ? ഇതെന്താ എഴുതി വെച്ചാണ്? ഈ രാഘവന്റെ കപ്പ ഇവിടെ സ്വീകരിക്കുന്നതല്ല. അത് അയാളെ ഇടയ്ക്കിടയ്ക്ക് വരുത്തുപോക്ക് ഉണ്ടായിരുന്നേ. പക്ഷെ അയാൾ എപ്പോ വന്നാലും കപ്പയും കൊണ്ടേ വരും. അയ്യോ, കപ്പ നമ്മളെ കേരളത്തിന് ദേശീയ ഭക്ഷണല്ലേ? ആണ്, പക്ഷെ ഭയങ്കര ഗ്യാസാടോ. ഓ, ഇപ്പൊ ഇന്നത്തെ കാര്യത്തിന് തീരുമാനമായി. അതെ, അടിവാരത്തില് എന്നെ പറ്റി എന്താ അഭിപ്രായം? എന്റെ പൊന്നോ, അടിവാരത്ത് വന്ന് അന്വേഷിച്ചപ്പോ മുറ്റ അഭിപ്രായമാണ്. പിന്നെ മല കയറി എന്നെ കണ്ടപ്പോ എന്ത് തോന്നി? ഈ മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് ചാടി ചാപാൻ തോന്നി. അവിടെ കിടക്കുന്നേ? അല്ല, ഞാൻ ഈ ബോംബെയില് തെരുവില് മറ്റേ കടത്തിനല്ലായിരുന്നു. ഞാൻ ഈ ബോംബെയിലെ ഈ ധാരാവി ഒഴിപ്പിക്കലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ കിടന്നുള്ള ശീലം. ഇനി കുട്ടിക്ക് വേണമെങ്കിൽ അകത്ത് വന്ന് ഞാൻ കിടക്കാം. എന്റെ സമ്മതമില്ലാതെ ഈ അകത്തെങ്ങാനും കയറിയാലുണ്ടല്ലോ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. കുന്നുമ്മ ശാന്ത ആരാ ഞാൻ കാണിച്ചു തരാടോ ഞാൻ. എന്റെ പൊന്നോ, എത്ര ധാരാവി ഒഴിപ്പിച്ച ഞാൻ ഈ കൊച്ചിന്റെ തല്ലുകൊണ്ട് ചാവുള്ളൂ എന്ന്. അതെ, കിടക്കണ്ടേ? പായെടുക്കാൻ വേണ്ടി പോയതാണോ? ഞാൻ വിചാരിച്ചു കമ്പ്യൂട്ടർ എടുക്കാൻ പോയതായിരിക്കും. വരൂന്നേ, കിടക്കാം. ഇതൊക്കെ കാണുമ്പോ എങ്ങനെ കിടക്കാതിരിക്കണേ? ഉറങ്ങണ്ടേ? ജഗം വന്നത് നന്നായി. എന്താ? ഇനിയിപ്പോ വിളക്കിന്റെ ആവശ്യമില്ലല്ലോ. വിളക്കുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കൂല. എന്നാ വിളക്ക് ഞാൻ ഊതിക്കോട്ടെ. വിളക്കൂതി സൗണ്ട് തന്നെയാണോ? പുറത്ത് കപ്പയുടെ പടം കണ്ടു, ഈ സൗണ്ടും കേട്ടു ഒരു ചെറിയൊരു ഇത്. എന്തൊരു തമാശയാ നോക്കണേ. ഇപ്പൊ ചോദിക്കാൻ പാടില്ലെന്നറിയാൻ പാടില്ല. സംഗീതത്തിന്റെ ആദ്യാക്ഷരം പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഞാനൊരു കീർത്തനം അങ്ങോട്ട് കീച്ചിക്കോട്ടെ. കീർത്തനം കീച്ചാനാണോ ഈ മല കയറി ഇങ്ങോട്ട് വന്നത്? കിടന്നുറങ്ങാൻ അങ്ങോട്ട്. അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങിയപ്പോ ഇവിടെ ഉറങ്ങാൻ. പിന്നെ എടാ, ഞാൻ നന്ദനാ. എടാ എടാ ആകെപ്പാടെ പ്രശ്നമായി. ജഗനെ കിട്ടുന്നില്ല. അവൻ ഇവിടെ ഇവിടെ ഉണ്ട്. ഞാൻ അവനെ തപ്പി വന്നാ. ഞാൻ കണ്ടുപിടിക്കുവാ. ഞാൻ കണ്ടുപിടിച്ചിട്ടേ വരത്തുള്ളൂ. ഞാൻ വിളിക്കാൻ തന്നെ. സബരം കി സിന്ദഗി ജോ കഭി നഹീ ഖതം കോ ജാതി ഹൈ. കിടന്നുറങ്ങാൻ. എന്റെ പൊന്നോ, എടാ ജഗൻ ഇവിടെ ഉണ്ടോ? അവന്റെ ചീഞ്ഞ ഹിന്ദി ഇവിടെ കേൾക്കാം. ഞാൻ വിളിക്കാൻ തന്നെ. ജഗാ, ജഗാ, എന്റെ പൊന്നും, നീ ഇറങ്ങണം. ജഗാ, നീ ഇറങ്ങണം. ഞാൻ വന്ന് കയറിയുള്ളൂ. അപ്പൊ തന്നെ ജഗാ, നീ ഇറങ്ങിയാൽ എന്തെങ്കിലും ഒന്ന് നടക്കൂ. എടാ, ഇവിടെ ഒന്നും നടന്നിട്ടില്ല. എന്തെങ്കിലും നടക്കട്ടെ. എടാ, എബി മാത്യു പണി പറ്റിച്ചു. എബി മാത്തുവിന് മാത്രം പണി പറ്റിച്ചാ മതി, എനിക്ക് പറ്റിക്കണ്ടേ? എടാ, അവൻ ആ കമ്പനി രാമസ്വാമി അയ്യർക്ക് കൈമാറി. എന്റെ പൊന്നോ, ഇവന്റെ കാര്യം ഇതാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോ രാമസ്വാമി കമ്പനി സിമന്റ് മണല്. എന്റെ പൊന്ന് ജഗ, ബിസിനസ് ആകെ പൊളിഞ്ഞു കിടക്കുക. കുന്നുമേ ഓ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ തൽക്കാലം ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല. 250 കോടി രൂപയുടെ ആസ്തിയുണ്ട് അവന്റെ സുഹൃത്ത് നന്ദഗോപാൽ. ഞാൻ അങ്ങനെ വിളിച്ചാൽ വരില്ല. ഞാൻ മൂന്നാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോഴാണ് അവൻ സാധാരണ വരുന്നത്. ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒഴിക്കാം. ഞാൻ വരുന്ന വഴിക്ക് ഐസ് മേടിക്കാൻ പറ്റിയില്ല. ഇവിടെ തണുത്ത എന്തെങ്കിലും? ഓ, ഇവിടെ സാധാരണ ചക്കയും മാങ്ങിയൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പൊ തനിക്ക് വേണ്ടി ഇവിടെ സെൻട്രൽ എ സി ഒന്നും വെക്കാൻ പറ്റില്ല. ജഗ,
ദേ ഏതോ ഒരു കോപ്പം വന്ന് വിളിച്ചേക്കണു വാ. അങ്ങനെ ജഗാന്നൊന്നും വിളിച്ചാൽ അവൻ വരില്ല. ഞാൻ വിളിച്ചാലേ അവൻ വരുന്നുള്ളൂ. തമ്പുരാൻ അയ്യേ, നിനക്ക് നാണമില്ലേ ജഗ? ഇത് നാണം മാറ്റാൻ വേണ്ടിയല്ലേ ഞാൻ മുണ്ടെടുത്തേക്കണത്. നാണമുണ്ട്. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു ജഗ? നിനക്ക് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞു. എന്റെ സുഹൃത്തല്ലേ ഞാൻ. 250 കോടി രൂപയുടെ ആസ്തിയില്ലേ എനിക്ക്? പിന്നെ നിനക്ക് എന്നോട് പറഞ്ഞു നീ ബോംബെയിൽ ഇത്രയും എടാ ബോംബെയിൽ വെച്ച് നീ എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്നെ പണിയെടുപ്പിച്ച് കൊല്ലല്ലേ ചെയ്യണം നീ. എന്താ ഇത്? 250 കോടി രൂപയുടെ ആസ്തി ഉണ്ട് നിന്റെ സുഹൃത്ത് നന്ദഗോപാല. 250 കോടി രൂപയുടെ ആസ്തിയുണ്ട്. പക്ഷെ മേടിച്ചു കൂടെ നോക്കേ, കാട്ട റമ്മ് കുതിരയുടെ പടമുള്ള നീ വരുന്നുണ്ടോ? എന്തെങ്കിലും ബിസിനസ് അവിടെ പ്രശ്നമായിട്ട് കിടക്കണോ? നീ വന്നാലേ എന്തെങ്കിലും നടക്കൂ. എനിക്ക് പറയാൻ പറ്റില്ല. യോ, ഇവിടെ കിടന്നിങ്ങനെ ബഹളം വെക്കല്ലേ. ഈ തറവാടിന് ഒരു പേരുണ്ട്. ഈ കുന്നുമേശ അത് കളയാൻ സമ്മതിക്കത്തില്ല. തനിക്ക് എത്ര രൂപയുടെ കോടി ആസ്തി ഉണ്ടെങ്കിൽ എനിക്ക് എന്താണോ? ഇറങ്ങണം എന്റെ കുടുംബത്തിന്ന്. ഇറങ്ങാൻ എന്റെ കുടുംബത്തിന്ന്. ഇല്ലെങ്കിൽ താൻ അകത്ത് കിടക്കുവേ. കുറെ നേരമല്ലോ പറഞ്ഞ അകത്ത് കിടക്കും അകത്ത് കിടക്കുന്നു. അന്നാ ഒന്ന് കാണാം. ഈ കുന്നുമേ ശാന്ത ആരാന്ന് തനിക്ക് ഞാൻ കാണിച്ചു തരാടോ. ഇങ്ങോട്ട് നോക്കി നിൽക്കുക. എങ്ങനെയാണ് സുഹൃത്ത് പോടാവത്? ബിസിനസ് എന്നൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ കുന്നുമ്മ ശാന്ത ആരാന്ന്. അകത്ത് കിടത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അകത്ത് കിടത്തിയിരിക്കും. ഞാൻ എന്ത് ചെയ്യും? താൻ ഏതെങ്കിലും മാട്ടർ അമ്മടിച്ചിട്ട് അവിടെ എങ്കിലും പോയി കിടക്കണോ? അയാൾക്ക് 250 കോടി ആസ്തി ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇറങ്ങി പോടാ.